ഞാനൊരു സാധനം ചെയ്യാൻ സാധനം കളിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അനിയനാണ് ഈ ഒരു സാധനം ഉണ്ടാക്കി ഗോലിപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗോലിയില്ല അതായിട്ട് എൻ്റെ കണ്ടില്ല അതാണ്ടോ. ഇത് നിങ്ങൾ സെറ്റ് ബാറ്റ് വാങ്ങുമ്പോൾ അതാണ് കേട്ടത് ആണ്. ഞാൻ എന്തുണ്ടാക്കുമ്പോൾ പറഞ്ഞാൽ സാധനമാണ് ഇപ്പം കാണിച്ചുതരാം. ഞാൻ കുറേ ദിവസമായി ഈ എന്ത് പറയും ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ക്രാക്കേഴ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പെട്ടി വേണം കുറേ ദിവസമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കണം പറയുന്നത് അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പറയുന്നത്. വേറെ 2 സാധനങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ കാണിക്കാം ഈ ഇടയിൽ വീഡിയോയിലിടയിൽ. ഞാൻ വരച്ചത് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചതാണ് കേട്ടോ. ഞാൻ മടക്കിയിട്ട് പിന്നെ ഒരു ഡിയറിൻ്റെ പിക്ചറാണ് കുറച്ച് വരച്ചിരിക്കുന്നത്. അപ്പം അതും എൻ്റെ അടുത്ത് സലാട്ടൊക്കെ ഇല്ലാത്ത കാരണം വെറുതെ വൈറ്റാത്ത കേട്ടോ. പിന്നെ ഞാൻ ഒരു നെയിം സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു സ്റ്റിക്കർ. രണ്ട് സൈഡിലും നെയിം സ്റ്റിക്കർ ഉണ്ടാക്കി എന്ത് പേരാണ് സ്ഥലം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പെട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പാണ് ഈ ഒരു സോപ്പ് പെട്ടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതൊക്കെ കീറിണ്ടായിരുന്നു. ഒക്കെ ഞാൻ ഒട്ടിച്ച് സെറ്റാക്കിയതാണ്. ഇതെങ്ങനെ തുറക്കണ പോലെ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സൈഡ് കട്ട് ചെയ്ത് ഇതെങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയില്ലേ. പിന്നെ ഉള്ളിൽ നമുക്ക് ഒരു അട്ട പീസ് വെച്ചിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ പേപ്പറും ഇതിൻ്റെ ഉള്ളിൽ അട്ടയൊക്കെ ഒട്ടിച്ചതാണ്. ഒരു ചെറിയ പീസും ഒരു വലിയ പീസും ഇങ്ങനെയായിട്ട് ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ. പിന്നെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ ഒരു ലോക്ക് പോലെ വേണം പറഞ്ഞിട്ട് ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇത് മടക്കിയിട്ട് ചെറുതായി സിസർ വെച്ച് കട്ട് ചെയ്തിട്ടത് ഒരു ഹോള് വന്നിട്ടുണ്ട്. ആ ഹോളിൽ നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ ഇടുക. 2 സൈഡും ഓട്ടയിൽ ഇങ്ങനെ ഇടാം. പിന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു റബ്ബർ ഉള്ളത്തെ സൈഡിലത്തെ പീസ് പുറത്തെ സൈഡിൻ്റെ ഓട്ടയിൽ കൂടെ ഇട്ടാൽ ഒരു ലോക്ക് പോലെ കിട്ടും. കണ്ടില്ലേ, ലോക്ക് പോലെ കിട്ടിയില്ലേ. ഇതാണ് കേട്ടോ, ലോക്ക് പോലെ കിട്ടും. പിന്നെ അധിക സാധനങ്ങളൊന്നും വേണ്ട. ഗമ്മ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സ്റ്റോൺ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് സ്റ്റോണില്ല, ഒട്ടിക്കാനും ഗമ്മില്ല. ഞാൻ പിന്നെ സൂചിപ്പിന്നുണ്ട്. ആ സൂചിപ്പിൻ്റെ അടുത്ത് ഇവിടെ ഒരു ഓട്ട ഉണ്ട്. ഞാൻ ഓട്ട വെച്ചിട്ടുണ്ട്. ആ ഓട്ടയിൽ കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം. ഇട്ടിട്ട് ലോക്കൊക്കെ കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബോക്സിൽ എന്താണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇരുന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ബോക്സ്. അപ്പോൾ ബോക്സ് ഞാൻ തുറന്ന കുറച്ച് വെയിറ്റ് ഉണ്ടാകുന്ന ബോക്സ് തുറന്നാൽ ഇങ്ങനത്തെ സ്കെയിൽ ഞാൻ ഉണ്ടാക്കിയ സ്കെയിലാണ്. ഇതാണ് ക്യൂട്ട് സാധനം. കണ്ടില്ലേ, ഇങ്ങനത്തെ ക്യാമൻ്റെ സ്കെയിലാട്ടോ. ഈ ക്യാമൻ്റെ സ്കെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ മാറ്റി കണ്ടോ. അത് കഴിഞ്ഞിട്ടു എൻ്റെ ബോക്സിൽ ടൈം ടേബിൾ സ്റ്റിക്കർ കൊണ്ട്. പിന്നെ ഈ ഒരു ക്യൂട്ട് പെന്നാട്ടോ. എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയാത്തതാണ്. എന്തെങ്കിലും ഒന്ന് വരച്ചു കിട്ടും. പെന്നാണ്. പെന്ന് കഴിഞ്ഞാൽ പെൻസിലാണുള്ളത്. റബ്ബർ. ആ ക്യൂട്ട്സ് ആണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഹോംവർക്ക് എഴുതുന്ന ബുക്കാട്ടോ. അത് തുറന്ന് കുറച്ചുണ്ട്. ഞാൻ എന്ത് വിചാരിച്ചു അതെല്ലാം കേട്ടോ. പിന്നെ ഞാൻ വേഗം ആ വീഡിയോയിലോട്ട് പോകാം. അതെന്താ ചെയ്യേണ്ടത് ബാക്കി പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ആക്കിയ പിനുസി ഇതെങ്ങനെ കുത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ പിനുസി കിട്ടിയത്. അപ്പോൾ നമുക്ക് പിനുസി
ഈ ഒരു മുനയിൽ ഇതിൻ്റെ ഈ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് കാണിക്കാം. ഉള്ളിലിട്ടിട്ട് ഇതാ അടിയിൽ കൂടെ ഉള്ളിക്കാക്കി കൊടുത്താൽ നമ്മുടെ ഇത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ ഇടുന്നത് കാണിക്കുന്നില്ല എന്നുള്ളൂ. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് വേണമെങ്കിൽ ഇത് കവർ ചെയ്തിട്ടില്ല. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബൈ. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ വരും. എൻ്റെ വീഡിയോസ് എല്ലാം നോക്കിയോ. ബൈ.